ബി.ജെ.പി. നേതാവ് വി. മുരളീധരൻ ഈ രാഷ്ട്രീയ പാർട്ടിയുടെ ഐശ്വര്യം. തിരുവനന്തപുരം ജില്ലയിലെ ആറ്റിങ്ങൽ ലോക്സഭാ മണ്ഡലം പ്രദേശങ്ങളിൽ ഇത്തരത്തിലുള്ള ഒരു ബോർഡോ അറിയിപ്പോ ആരുടെയെങ്കിലും കണ്ണിൽ പെടുകയാണെങ്കിൽ അപ്പോൾ വിചാരിച്ചു കൊള്ളണം, അത് സ്ഥാപിച്ചത്, അതായത് ആ ബോർഡ് അല്ലെങ്കിൽ അറിയിപ്പ് സ്ഥാപിച്ചത് ബി.ജെ.പിക്കാർ അല്ല എന്ന്. ബി.ജെ.പിക്കാർ അല്ലാത്ത മറ്റേതോ രാഷ്ട്രീയ പാർട്ടിക്കാർ സ്ഥാപിച്ചതായിരിക്കും എന്ന് കണ്ണുമടച്ച് നമുക്ക് ഉറപ്പിക്കാം. കാരണം ബി.ജെ.പി. ഒഴിച്ചുള്ള മറ്റു രാഷ്ട്രീയ പാർട്ടികൾക്ക് ഈ പറയുന്ന വി. മുരളീധരൻ ചെയ്തു നൽകുന്നത് ഒരിക്കലും വിലമതിക്കാനാകാത്ത കാര്യങ്ങളാണ് എന്നാണ് പറയുന്നത്. ആര് പറയുന്നത്? ബി.ജെ.പിക്കാർ തന്നെ പറയുന്ന കാര്യങ്ങളാണത്. സ്വന്തം പാർട്ടിയായ ബി.ജെ.പി. രക്ഷപ്പെട്ടില്ലെങ്കിലും മറ്റു പാർട്ടികൾ രക്ഷപ്പെടണം എന്ന ആഗ്രഹത്തോടെയാണ് വി. മുരളീധരൻ്റെ ചില നേരത്തെ പ്രവർത്തനങ്ങൾ എന്നാണ് ഈ പറയുന്ന മണ്ഡലത്തിലെ ബി.ജെ.പി. നേതാക്കളുടെ അഭിപ്രായം. കേന്ദ്രത്തിൽ മൂന്നാം മോദി മന്ത്രിസഭ അധികാരമേറ്റതോടെ മന്ത്രിസ്ഥാനം നഷ്ടപ്പെട്ട വി. മുരളീധരൻ തുടർന്ന് തിരുവനന്തപുരം ജില്ല കേന്ദ്രീകരിച്ച് തൻ്റെ പ്രവർത്തനം വ്യാപിപ്പിക്കുകയും സംസ്ഥാനത്തെ ബി.ജെ.പിയിൽ ഔദ്യോഗിക ഭാരവാഹികൾക്ക് പുറമെ ഒരു സമാന്തര കമ്മിറ്റിയാവാനുള്ള ശ്രമങ്ങൾ നടത്തുകയും ചെയ്തിരുന്നു എന്നാണ് വിവരങ്ങൾ. ബി.ജെ.പിയുടെ തിരുവനന്തപുരം മുൻ ജില്ലാ പ്രസിഡന്റായ എസ്. സുരേഷുമായി ചേർന്ന് തിരുവനന്തപുരം ജില്ലയിലെ ബി.ജെ.പി. കമ്മിറ്റികളിൽ മേൽക്കൈ നിലനിർത്താനുള്ള ശ്രമങ്ങൾ വലിയ രീതിയിലുള്ള വിമർശനങ്ങൾക്കാണ് വഴിയൊരുക്കിയത്. മുൻ സംസ്ഥാന പ്രസിഡന്റ് കെ. സുരേന്ദ്രനൊപ്പം നിന്നുകൊണ്ടായിരുന്നു നേരത്തെ ഈ പറഞ്ഞ വി. മുരളീധരൻ തൻ്റെ പ്രവർത്തനങ്ങൾ നടത്തിക്കൊണ്ടിരുന്നത്. കെ. സുരേന്ദ്രൻ സംസ്ഥാന പ്രസിഡന്റായി ചുമതലയേൽക്കുകയും ഈ മുരളീധരൻ കേന്ദ്രമന്ത്രിയാവുകയും ചെയ്തതോടെ കാര്യങ്ങൾ ഈ ഗ്രൂപ്പിൻ്റെ കൈകളിൽ ഒതുങ്ങി. എന്നാൽ അപ്രതീക്ഷിതമായി വി. മുരളീധരന് കേന്ദ്രമന്ത്രിസ്ഥാനം നഷ്ടപ്പെടുകയും കെ. സുരേന്ദ്രൻ ബി.ജെ.പി. സംസ്ഥാന അധ്യക്ഷ സ്ഥാനത്ത് തുടരുകയും ചെയ്തതോടെ പുതിയൊരു ഏറ്റുമുട്ടൽ സംസ്ഥാന ബി.ജെ.പിയിൽ ഉടലെടുക്കുകയായിരുന്നു. അതായത് തന്നെക്കാൾ വലിയ പദവിയിലിരിക്കുന്ന കെ. സുരേന്ദ്രനെ പുറത്താക്കുക എന്ന ലക്ഷ്യത്തോടെ എതിർ ഗ്രൂപ്പിൽപ്പെട്ട എസ്. സുരേഷുമായി ചേർന്ന് വി. മുരളീധരൻ പ്രവർത്തനങ്ങൾ നടത്തിയെന്നാണ് ഒരു വിഭാഗം ബി.ജെ.പി. നേതാക്കൾ ആരോപിക്കുന്നത്. തിരുവനന്തപുരം കേന്ദ്രീകരിച്ച് നടന്ന ഈ പ്രവർത്തനങ്ങളുടെ പ്രതിഫലനം ഇപ്പോൾ ലഭിച്ചു തുടങ്ങിയിരിക്കുകയാണ്. തിരുവനന്തപുരം ജില്ലയിലെ ബി.ജെ.പിയിലെ മുൻ സംസ്ഥാന നേതാക്കളും നിലവിൽ ജില്ലാ നേതാക്കളായവരും മണ്ഡലം ചുമതലയുള്ളവരും ഉൾപ്പെടെ ഏകദേശം 100-ലധികം പേർ ബി.ജെ.പി. വിടാനുള്ള ഒരുക്കത്തിലാണ് എന്ന വിവരങ്ങളാണ് ഇപ്പോൾ പുറത്തു വരുന്നത്. എന്നാൽ ഇവർ ബി.ജെ.പി. വിടുന്നു എന്നതിനേക്കാൾ കൂടുതൽ ഞെട്ടിപ്പിക്കുന്നത് മറ്റൊരു സംഗതിയാണ്. അതായത് ഈ പാർട്ടി വിടാൻ ഉദ്ദേശിക്കുന്നവർ തങ്ങളുടെ ബി.ജെ.പി. അംഗത്വവും രാജിവെച്ച് പോകുന്നത് CPM-ലേക്കോ അല്ലെങ്കിൽ ആ ഭരണ മുന്നണിയിൽ ഉൾപ്പെട്ട മറ്റേതെങ്കിലും പാർട്ടിയിലോ അല്ല. പാർട്ടി വിടാൻ തീരുമാനിച്ച ബി.ജെ.പി. നേതാക്കൾ ഉൾപ്പെടെയുള്ളവർ പോകുന്നത് കോൺഗ്രസ് പാർട്ടിയിലേക്കാണ്. ഇവരുടെ കോൺഗ്രസ് പ്രവേശനത്തിന് ചുക്കാൻ പിടിക്കുന്നത് സാക്ഷാൽ KC വേണുഗോപാലാണെന്ന വിവരങ്ങളും ഇപ്പോൾ പുറത്തു വരികയാണ്. മുൻ ബി.ജെ.പി. സംസ്ഥാന പ്രസിഡന്റും മുൻ കേന്ദ്രമന്ത്രിയുമായ വി. മുരളീധരനും അതുപോലെ മുൻ തിരുവനന്തപുരം ജില്ലാ പ്രസിഡന്റ് എസ്. സുരേഷിനും എതിരെ നിലനിൽക്കുന്ന പ്രതിഷേധങ്ങളുടെ ഭാഗമായിട്ടാണ് ഈ പാർട്ടി മാറൽ ഇപ്പോൾ നടക്കുന്നത്. തിരുവനന്തപുരം ജില്ലയെ സംബന്ധിച്ച് ബി.ജെ.പി. വലിയ രീതിയിലുള്ള പ്രതിസന്ധി നേരിടുന്നു എന്നാണ് പുറത്തുവരുന്ന വിവരങ്ങൾ. സംസ്ഥാനത്ത് അടുത്ത വർഷം നടക്കാൻ പോകുന്ന നിയമസഭാ തെരഞ്ഞെടുപ്പിൽ ബി.ജെ.പിക്ക് ഏറെ പ്രതീക്ഷയുള്ള ജില്ലയായിരുന്നു തിരുവനന്തപുരം. എന്നാൽ വി. മുരളീധരൻ ഉൾപ്പെടെയുള്ള മുതിർന്ന നേതാക്കളുടെ അനാവശ്യമായ ഇടപെടൽ പാർട്ടിയെ വലിയ രീതിയിൽ പ്രതിസന്ധിയിലാക്കി എന്നാണ് മറുവിഭാഗം ആരോപിക്കുന്നത്. കഴിഞ്ഞ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ നിയമസഭാ മണ്ഡല അടിസ്ഥാനത്തിൽ നോക്കിയാൽ ജില്ലയിൽ 5 മണ്ഡലങ്ങളിൽ ബി.ജെ.പി. 1-ാം സ്ഥാനത്തെത്തിയിരുന്നു. അതുപോലെ തന്നെ 4 മണ്ഡലങ്ങളിൽ ബി.ജെ.പി. 2-ാം സ്ഥാനത്തും എത്തിയിരുന്നു. ഇത്തരത്തിൽ ബി.ജെ.പി. വലിയ മുന്നേറ്റം കാഴ്ചവെച്ച നിയമസഭാ മണ്ഡലങ്ങളിൽ പോലും ഇത്തവണ പാർട്ടിക്ക് യാതൊരുവിധ സാധ്യതയുമില്ല എന്നാണ് ബി.ജെ.പിയിലെ തന്നെ ഒരു വിഭാഗം നേതാക്കൾ വ്യക്തമാക്കുന്നത്. എന്നാൽ ഇതൊരു പുതിയ സംഭവമല്ല എന്നുള്ളതാണ് യാഥാർത്ഥ്യം. ഒരു 3-4 മാസം മുൻപ്, അതായത് ഇക്കഴിഞ്ഞ ഫെബ്രുവരി മാസത്തിൽ ആറ്റിങ്ങൽ ലോക്സഭാ മണ്ഡലം കേന്ദ്രീകരിച്ച് ഒരു വാർത്ത പുറത്തു വന്നിരുന്നു. തിരുവനന്തപുരം ജില്ലയിലെ കുറച്ച് ബി.ജെ.പി. പ്രവർത്തകർ കോൺഗ്രസ് പാർട്ടിയിലേക്ക് പോയി എന്നായിരുന്നു വാർത്ത. 2 ദിവസത്തിനുള്ളിൽ തിരുവനന്തപുരം ജില്ലയിലെ 10-12 ബി.ജെ.പി. പ്രവർത്തകരാണ് കോൺഗ്രസ്സായി മാറിയതെന്നും വാർത്തയിൽ അനുബന്ധമായി കൂട്ടിച്ചേർത്തിരുന്നു. തീർന്നില്ല, ഇനിയും ബി.ജെ.പി. നേതാക്കൾ ഉൾപ്പെടെ ബി.ജെ.പിയെ ഉപേക്ഷിക്കും എന്ന സൂചനകളും അന്ന് പുറത്തു വന്നിരുന്നു. സംസ്ഥാന ബി.ജെ.പിയെ കയ്യിലൊതുക്കാൻ വേണ്ടി സംഘടനയ്ക്കുള്ളിൽ സാമുദായിക രാഷ്ട്രീയം കളിക്കാൻ വി. മുരളീധരൻ ശ്രമിച്ചതാണ് തിരുവനന്തപുരത്തെ ബി.ജെ.പിയെ തകർത്തു തരിപ്പണമാക്കിയതെന്നാണ് തലസ്ഥാനത്ത് തന്നെ ബി.ജെ.പിയുമായി അടുപ്പമുള്ളവർ അന്ന് തെളിവ് സഹിതം വ്യക്തമാക്കിയത്. ഇത് കഴിഞ്ഞ ഫെബ്രുവരിയിൽ സംഭവിച്ച കാര്യമാണ്. എന്നാൽ അതിനേക്കാൾ ഗുരുതരമായ സാഹചര്യമാണ് ഇപ്പോൾ തിരുവനന്തപുരത്തെ ബി.ജെ.പിക്കുള്ളിൽ നിലനിൽക്കുന്നത് എന്നാണ് സൂചനകൾ. അന്ന് കോൺഗ്രസ് പാർട്ടിയിലേക്ക് പോയവർ സാധാരണ പ്രവർത്തകരായിരുന്നെങ്കിൽ ഇന്ന് മുൻ സംസ്ഥാന കമ്മിറ്റി അംഗം ഉൾപ്പെടെയുള്ള മുതിർന്ന നേതാക്കൾ കോൺഗ്രസിലേക്ക് പോകാൻ ഒരുങ്ങുന്നു എന്ന വിവരങ്ങളാണ് പുറത്തുവരുന്നത്.
ഒരർത്ഥത്തിൽ സംസ്ഥാനത്ത് തകർച്ച മുന്നിൽ കാണുന്ന കോൺഗ്രസിന് ആശ്വാസം പകർന്നുകൊണ്ടാണ് ബി.ജെ.പിക്കുള്ളിൽ ആഭ്യന്തര പ്രശ്നങ്ങൾ മൂലമുള്ള കൊഴിഞ്ഞുപോക്ക് ഇപ്പോൾ സംഭവിച്ചിരിക്കുന്നത്. ബി.ജെ.പിയുടെ മുൻ സംസ്ഥാന കമ്മിറ്റി അംഗം ഉൾപ്പെടെയുള്ള നേതാക്കൾ പാർട്ടി വിടുമ്പോൾ അത് വലിയൊരു തിരിച്ചടിയാണ് ബി.ജെ.പിക്ക്. മാത്രമല്ല, ഇന്ന് തിരുവനന്തപുരം ജില്ലയിൽ സജീവമായി നിൽക്കുന്ന ജില്ലാ കമ്മിറ്റി അംഗവും കോൺഗ്രസിൽ ചേരുമെന്ന സൂചനകൾ പുറത്തു വന്നിട്ടുണ്ട്. നേരത്തെ CPM-ൽ നിന്നും ബി.ജെ.പിയിലെത്തിയ മംഗലപുരം മുൻ ഏരിയ സെക്രട്ടറി മുല്ലശ്ശേരി മധുവിനെ ബി.ജെ.പി സംസ്ഥാന വൈസ് പ്രസിഡന്റ് ആക്കാനുള്ള നീക്കങ്ങൾ നടത്തിയിരുന്നു എന്നാണ് വിവരം. ഇതിനെതിരെ ബി.ജെ.പിക്കുള്ളിൽ വലിയ രീതിയിലുള്ള വിമർശനങ്ങളാണ് അന്ന് ഉയർന്നത്. അതിൻ്റെ അവസാനമാണ് ഇപ്പോൾ ഈ പറയുന്ന പാർട്ടി മാറലിലൂടെ സംഭവിക്കാൻ പോകുന്നത്. പുതിയ രാഷ്ട്രീയ പശ്ചാത്തലത്തിൽ മുല്ലശ്ശേരി മധുവിനെ ബി.ജെ.പിയുടെ നേതൃത്വത്തിലേക്ക് കൊണ്ടുവരുന്ന നീക്കം ഉപേക്ഷിച്ചു എന്നാണ് അറിയാൻ കഴിയുന്നത്. കാലങ്ങളായി ബി.ജെ.പിക്ക് വേണ്ടി പ്രവർത്തിക്കുന്നവരെ പരിഗണിക്കാതെ കഴിഞ്ഞ ദിവസം പാർട്ടിയിലേക്ക് വന്നവരെയും അതുപോലെ പല സാഹചര്യങ്ങളിലും പ്രവർത്തിക്കാതെ മാറി നിന്നവരെയും ഒക്കെ പരിഗണിക്കുന്ന ഇപ്പോഴത്തെ നേതൃത്വത്തിൻ്റെ നിലപാട് വരുന്ന നിയമസഭാ തെരഞ്ഞെടുപ്പിലും തദ്ദേശ സ്വയംഭരണ തെരഞ്ഞെടുപ്പിലും തിരുവനന്തപുരം ജില്ലയിൽ ബി.ജെ.പിയുടെ തകർച്ചയ്ക്ക് ആക്കം കൂട്ടുമെന്ന് തന്നെയാണ് സാധാരണ ബി.ജെ.പി പ്രവർത്തകരും അതുപോലെ രാഷ്ട്രീയ നിരീക്ഷകരും ഒക്കെ കരുതുന്നത്. മറ്റൊരു ജില്ലയിലും കാണാത്ത തരത്തിലുള്ള ഗുരുതരമായ വിഷയങ്ങൾ എന്തുകൊണ്ട് തിരുവനന്തപുരം ജില്ലയിലെ ബി.ജെ.പിക്കുള്ളിൽ നിലനിൽക്കുന്നു എന്ന സംശയമാണ് പലർക്കും ഉണ്ടാവുക. ഇക്കാര്യത്തിൽ കൃത്യമായിട്ടുള്ള മറുപടി ജില്ലയിലെ തന്നെ ചില മുതിർന്ന ബി.ജെ.പി നേതാക്കൾ രഹസ്യമായിട്ടാണെങ്കിലും വ്യക്തമാക്കുന്നുണ്ട്. വി മുരളീധരൻ്റെ സാന്നിധ്യം, അതായത് കേന്ദ്രമന്ത്രി സ്ഥാനം നഷ്ടപ്പെട്ടതിനു പിന്നാലെ അദ്ദേഹം തിരുവനന്തപുരം ജില്ലയിൽ സജീവമാകാൻ ശ്രമിച്ചിരുന്നല്ലോ. തൻ്റെ സ്വാധീനം ഉപയോഗിച്ച് ജില്ല പിടിച്ചെടുക്കാനുള്ള ശ്രമങ്ങൾ അദ്ദേഹം ആരംഭിച്ചതോടെയാണ് ഈ പ്രശ്നങ്ങൾ ഉണ്ടായതെന്ന സൂചനകളാണ് ഈ മുതിർന്ന ബി.ജെ.പി നേതാക്കൾ നൽകുന്നത്. തിരുവനന്തപുരം ജില്ലാ മുൻ അധ്യക്ഷൻ എസ് സുരേഷുമായി ചേർന്ന് സാമുദായിക രാഷ്ട്രീയത്തിൻ്റെ പിൻബലത്തോടെ നടത്തിയ ചില നീക്കങ്ങൾ ബി.ജെ.പിയിൽ വലിയ ധ്രുവീകരണത്തിന് കാരണമായി എന്നും ഈ പറയുന്ന ബി.ജെ.പി നേതാക്കൾ വ്യക്തമാക്കുന്നുണ്ട്. ഏകദേശം ഒരു 5 മാസം മുൻപ് തിരുവനന്തപുരത്തെ ബി.ജെ.പിയിൽ ഒരു കൊഴിഞ്ഞുപോക്ക് നടന്നിരുന്നു എന്ന് പറഞ്ഞല്ലോ. അതായത് കഴിഞ്ഞ ഫെബ്രുവരിയിൽ. അന്ന് തിരുവനന്തപുരം ജില്ലയിലെ 10-12 ബി.ജെ.പി പ്രവർത്തകരാണ് കോൺഗ്രസ്സായി മാറിയത്. സംസ്ഥാന ബി.ജെ.പിയെ കയ്യിലൊതുക്കാൻ വേണ്ടി സംഘടനയ്ക്കുള്ളിൽ സാമുദായിക രാഷ്ട്രീയം കളിക്കാൻ വി മുരളീധരൻ ശ്രമിച്ചതാണ് തിരുവനന്തപുരത്തെ ബി.ജെ.പിയെ അന്ന് തകർത്തതെന്നാണ് ഇപ്പോൾ പുറത്തുവരുന്ന വിവരങ്ങൾ. തലസ്ഥാനത്ത് തന്നെ ബി.ജെ.പിയുമായി അടുപ്പമുള്ളവരാണ് ഈ കാര്യങ്ങളൊക്കെ ചൂണ്ടിക്കാട്ടുന്നത്. തിരുവനന്തപുരത്തെ ബി.ജെ.പിക്കുള്ളിൽ എന്താണ് സംഭവിച്ചത്? അതിനു മുൻപ് ഒരു കാര്യം കൂടി അറിയേണ്ടതുണ്ട്. ഇതുവരെ ചക്കരയും അടയുമായി നടന്ന വി മുരളീധരനും കെ സുരേന്ദ്രനും തമ്മിൽ ഇപ്പോൾ പഴയ അടുപ്പമില്ലാത്തതിൻ്റെ കാരണം എന്തായിരിക്കും? രാജീവ് ചന്ദ്രശേഖർ സംസ്ഥാന പ്രസിഡന്റായി എത്തുന്നതിന് മുൻപ് കെ സുരേന്ദ്രനായിരുന്നല്ലോ ആ സ്ഥാനത്തുണ്ടായിരുന്നത്. 3-ാം മോദി മന്ത്രിസഭ അധികാരത്തിൽ കയറിയതോടെ വി മുരളീധരന് വീണ്ടും കേന്ദ്രമന്ത്രി മോഹമുടിച്ചിരുന്നു. സുരേഷ് ഗോപി മോദിയുടെ സ്വന്തം ആളായി മന്ത്രിസ്ഥാനത്തെത്തിയപ്പോൾ 2-ാം മന്ത്രിയായി തനിക്ക് ഡൽഹിയിൽ പോകണമെന്ന് മുരളീധരൻ ആഗ്രഹിച്ചിരുന്നു എന്നാണ് പറയപ്പെടുന്നത്. എന്നാൽ സംസ്ഥാന കമ്മിറ്റിയിൽ നിന്നുള്ള പിന്തുണ ജോർജ് കുര്യനായിരുന്നു. ഈ ഒരു സംഭവമാണ് മുരളീധരനും സുരേന്ദ്രനും തമ്മിലുള്ള പ്രശ്നങ്ങൾക്ക് കാരണമായതെന്നാണ് സംസ്ഥാന ബി.ജെ.പിയിൽ നിന്ന് ലഭിക്കുന്ന വിവരം. കെ സുരേന്ദ്രനെ എങ്ങനെയെങ്കിലും താഴെ ഇറക്കി താനോ അല്ലെങ്കിൽ താൻ നിർദ്ദേശിക്കുന്ന ആളെയോ സംസ്ഥാന അധ്യക്ഷ പദവിയിലേക്ക് എത്തിക്കണമെന്ന ആഗ്രഹവും മുന്നിൽ വെച്ചുകൊണ്ടാണ് മുരളീധരനോട് എന്നും അകന്നു നിന്നിട്ടുള്ള MD രമേശുമായി പുള്ളിക്കാരൻ ചർച്ചകൾ നടത്തിയത്. മാത്രമല്ല, ഇതുവരെ മുരളീധര വിരുദ്ധ ഗ്രൂപ്പിലെ അംഗമായിരുന്ന സുരേഷുമായി പുള്ളിക്കാരൻ കമ്പനിയായതും അങ്ങനെയാണ്. എന്നാൽ ഇതേസമയം താൻ അധ്യക്ഷ പദവി ഒഴിഞ്ഞാൽ പകരം മറ്റൊരാൾക്ക്, അതായത് വി മുരളീധരനുമായി അത്ര അടുപ്പമില്ലാത്ത ഒരാൾക്ക് അധ്യക്ഷ പദവി കൈമാറണം എന്നുള്ളതായിരുന്നു സുരേന്ദ്രൻ്റെ ആഗ്രഹം. ശോഭാ സുരേന്ദ്രനെ തന്നെയാണ് കെ സുരേന്ദ്രൻ ഉദ്ദേശിച്ചിരുന്നത് എന്നാണ് സൂചനകൾ. ഇതിനിടയിലാണ് തിരുവനന്തപുരം നോർത്ത് ജില്ല, അതായത് ഈ വി മുരളീധരൻ മത്സരിച്ച ആറ്റിങ്ങൽ പാർലമെൻറ്റ് മണ്ഡലത്തിലെ 5 നിയമസഭാ മണ്ഡലങ്ങൾ ഉൾപ്പെടുന്ന പ്രദേശം. ഇവിടെ പുതിയ ജില്ലാ പ്രസിഡന്റിനെ തിരഞ്ഞെടുത്തിരുന്നു. ജനാധിപത്യ രീതിയിലല്ല ഇവിടെ പ്രസിഡന്റിനെ തിരഞ്ഞെടുത്തതെന്നുള്ള ആരോപണങ്ങളാണ് അന്ന് ഉയർന്നത്. വി മുരളീധരൻ്റെ നോമിനിയായ വ്യക്തിയാണ് ഇവിടെ പ്രസിഡന്റ് ആയത് എന്നാണ് ആരോപണം. അതായത് സാധാരണ ബി.ജെ.പി പ്രവർത്തകരുടെ ആഗ്രഹങ്ങൾക്കോ അവരുടെ പ്രതീക്ഷകൾക്കോ യാതൊരു വിലയും കൽപ്പിക്കാതെയാണ് പുതിയ പ്രസിഡന്റിനെ തിരഞ്ഞെടുത്തിരിക്കുന്നത് എന്നാണ് ആരോപണം. മികച്ച പ്രവർത്തനങ്ങൾ കൊണ്ട് ബി.ജെ.പി പ്രവർത്തകർക്ക് സുപരിചിതനായ ഒരു ബി.ജെ.പി നേതാവിനായിരുന്നു തിരഞ്ഞെടുപ്പിൽ മുൻതൂക്കമുണ്ടായിരുന്നത്. ആ വ്യക്തി വെറും വ്യക്തിയെന്ന് പറഞ്ഞാൽ പോരാ, കുട്ടിക്കാലം മുതൽ തന്നെ സംഘപ്രവർത്തകനായി, വിദ്യാർത്ഥി കാലത്ത് ABVP പ്രവർത്തകനായി, യുവമോർച്ച പ്രവർത്തകനായി, അങ്ങനെ ബി.ജെ.പിയുടെ എല്ലാവിധ സംഘടനാ സംവിധാനങ്ങളിലൂടെയും കടന്നു വന്ന ഒരു വ്യക്തി. ആ വ്യക്തിയെ മാറ്റി നിർത്തി വി മുരളീധരൻ്റെ നോമിനിക്ക് തിരുവനന്തപുരം വടക്കൻ ജില്ലാ പ്രസിഡന്റ് പദവി നൽകി എന്നുള്ളതാണ് ഇപ്പോൾ ഉയരുന്ന ആരോപണം. ഇതുമായി ബന്ധപ്പെട്ട് സമൂഹ മാധ്യമങ്ങളിൽ നിരവധി പോസ്റ്റുകളും എത്തിക്കഴിഞ്ഞു. കൂടുതൽ വോട്ട് കിട്ടിയിട്ടും പിന്നിലേക്ക് തള്ളിപ്പോയ വ്യക്തി തന്നെ വിശദീകരണ പോസ്റ്റുമായി അന്ന് രംഗത്തെത്തുകയും ചെയ്തിരുന്നു.
എന്തുകൊണ്ട് ബി.ജെ.പി. പ്രവർത്തകർക്കിടയിൽ ജനകീയനായ വ്യക്തിയെ മാറ്റി നിർത്തി പ്രവർത്തകർക്കിടയിൽ യാതൊരുവിധ സ്വാധീനവുമില്ലാത്ത ഒരാളെ പ്രസിഡന്റാക്കി എന്നുള്ള ചോദ്യങ്ങളാണ് ആ സമയത്ത് ഉയർന്നത്. ഈ പറയുന്ന പുതിയ പ്രസിഡന്റ് ഈ പ്രസിഡന്റ് ആവുന്നതിന് 2 ദിവസം മുൻപാണ് സജീവ അംഗത്വം എടുത്തത് എന്നാണ് പറഞ്ഞു കേൾക്കുന്നത്. അതായത് പ്രസിഡന്റ് ആകുമെന്ന് അറിഞ്ഞുകൊണ്ട് സജീവ അംഗത്വം എടുത്തതാണോ എന്ന സംശയം ഇപ്പോഴും നിലനിൽക്കുന്നുണ്ട്. പുതിയ പ്രസിഡന്റിനെ നിയമിച്ചതുമായി ബന്ധപ്പെട്ടുള്ള സമൂഹ മാധ്യമങ്ങളിലെ പോസ്റ്റുകൾക്ക് കീഴെ സാധാരണ ബി.ജെ.പി. പ്രവർത്തകർ എത്തി അവരുടെ പ്രതിഷേധങ്ങൾ രേഖപ്പെടുത്തിയിട്ടുമുണ്ട്. അതിൽ എല്ലാവരും പ്രസിഡന്റ് തെരഞ്ഞെടുപ്പിൽ സംഭവിച്ച സാമുദായിക ധ്രുവീകരണം ചൂണ്ടിക്കാണിക്കുന്നുമുണ്ട്. അതിനിടയിൽ ചിലർ എടുത്തു പറയുന്ന ഒരു വസ്തുത എന്തെന്നാൽ ഇദ്ദേഹം ബി.ജെ.പിയുടെ ജില്ലാ പ്രസിഡന്റ് ആണോ അതോ ബി.ഡി.ജെ.എസിന്റെ ജില്ലാ പ്രസിഡന്റ് ആണോ എന്ന സംശയമാണ്. ജനകീയരായവരും കൂടുതൽ വോട്ട് കിട്ടിയവരുമൊക്കെ പുറത്തുള്ളപ്പോൾ എന്തുകൊണ്ട് ഈ പറയുന്ന വ്യക്തി ജില്ലാ പ്രസിഡന്റ് സ്ഥാനത്തേക്ക് എത്തി എന്നുള്ള സംശയമാണ് പലരും പോസ്റ്റിലൂടെ ഉന്നയിച്ചിരിക്കുന്നത്. തീർച്ചയായും സാമുദായിക ധ്രുവീകരണം ഇക്കാര്യത്തിൽ സംഭവിച്ചു എന്ന് തന്നെ ഏവരും കരുതുന്നു. മാത്രമല്ല മറ്റു ചില സംഗതികൾ കൂടി ഈ സാഹചര്യത്തിൽ ചൂണ്ടിക്കാണിക്കുന്നുണ്ട്. പഞ്ചായത്തിൻ്റെയോ ബൂത്തിൻ്റെയോ ചുമതല വഹിക്കുന്നവർ കുറഞ്ഞത് 50 മെമ്പർഷിപ്പെങ്കിലും ചേർത്ത് സജീവ മെമ്പർഷിപ്പ് എടുക്കണം എന്നുള്ളതാണ് രീതി. എന്നാൽ ഈ ജില്ലാ പ്രസിഡന്റിൻ്റെ കാര്യത്തിൽ ഇതൊന്നും ബാധകമല്ലെന്നാണ് സജീവ ബി.ജെ.പി. പ്രവർത്തകരുടെ പരാതി. ഇക്കാര്യങ്ങൾ പല ബി.ജെ.പി. പ്രവർത്തകരും അന്ന് പരസ്യമായി ഉന്നയിക്കുകയും ചെയ്തിട്ടുണ്ട്. എന്തായാലും പുകഞ്ഞുകൊണ്ടിരുന്ന ആ പ്രശ്നം വീണ്ടും ആളിക്കത്താൻ തുടങ്ങിയിരിക്കുന്നു എന്നാണ് പുതിയ സംഭവ വികാസങ്ങളിലൂടെ വ്യക്തമാകുന്നത്. ഇക്കൂട്ടത്തിൽ ഒരു കാര്യം കൂടി പറഞ്ഞ് അവസാനിപ്പിക്കാം. സംസ്ഥാന ആരോഗ്യ വകുപ്പ് മന്ത്രി വീണ ജോർജ് രാജിവയ്ക്കണമെന്ന് ആവശ്യപ്പെട്ട് ബി.ജെ.പിയുടെ ജില്ലാ നേതൃത്വത്തിൽ കഴിഞ്ഞ ദിവസം മാർച്ചുകൾ സംഘടിപ്പിച്ചിരുന്നു. നമ്മൾ നേരത്തെ പറഞ്ഞ തിരുവനന്തപുരം നോർത്ത് ജില്ലയുടെ മാർച്ച് ആറ്റിങ്ങൽ താലൂക്ക് ആശുപത്രിയിലേക്കായിരുന്നു. ഈ മാർച്ചിൽ പങ്കെടുക്കാനെത്തിയ ആൾക്കാരുടെ എണ്ണം കണ്ടാൽ ആരുടെയും കണ്ണു നിറഞ്ഞു പോകും. ഒരു പഞ്ചായത്തിൽ നിന്ന് 10 പേർ വച്ചെത്തിയിരുന്നെങ്കിൽ ഇതിനേക്കാൾ കൂടുതൽ ആൾക്കാർ എത്തുമായിരുന്നു എന്നാണ് ബി.ജെ.പി. പ്രവർത്തകർ തന്നെ പറയുന്നത്.